ഒമാനിലെ ഏറ്റവും വലിയ പള്ളി നിങ്ങളെയൊക്കെ കാണിക്കാമെന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പള്ളി, ഇതിൻ്റെ ഉള്ളിൽ കയറി ഫുള്ളായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും. പുറമേ നോക്കുമ്പോൾ തന്നെ വളരെ ഭംഗിയാണ് ഈ പള്ളി കാണാൻ. ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അതിലും മനോഹരമായിരിക്കും. നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം. അതിനു മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ എൻട്രൻസ് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഒരു താജ്മഹലിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ തോന്നും. അതിന് ഞാൻ താജ്മഹലിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ടും പോയിട്ടില്ല. ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. പക്ഷേ എന്തോ ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. അതാണ് ഞാനത് പറഞ്ഞത്. ഇതിൻ്റെ ഭംഗി ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. The wind hums songs at the break of day, whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills through the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines sing me. ഈ പള്ളി ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ പള്ളിയാണ്. അതേപോലെ ഒമാനിലെ ഏറ്റവും വലിയ പള്ളി. ഈ പള്ളിയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റ് ഉള്ളത്. അതായത് സിംഗിൾ കാർപ്പറ്റ്, കട്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വളരെ വലുതാണ്. അത് ഇതിൻ്റെ ഉള്ളിലാണുള്ളത്. ഞാൻ മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കയറി ഇത് കണ്ടിട്ടില്ല. പുറത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് കയറുന്നത്. പക്ഷെ കയറിയപ്പോഴാണ് മനസ്സിലായത്, അന്ന് ഞാനിത് കയറി കണ്ടിട്ട് വേണമായിരുന്നു പോകാൻ. ഈ തൂക്കിയിട്ടിരിക്കുന്ന ഓരോ ലൈറ്റും വളരെ വലുതാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഫീൽ എത്രത്തോളം കിട്ടുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണ് നേരിട്ട് കാണാൻ. Dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. ഈ പ്രെയർ ഹാളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ കാർപ്പറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാർപ്പറ്റ്. അതിവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 1,700,000,000 നോട്ട്സാണ് ഇതിലുള്ളത്. ഏകദേശം 21 ടണ്ണോളം ഭാരം വരുന്നുണ്ട് ഇത്. ഈ കാർപ്പറ്റ് ഫുള്ളി ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. 600ഓളം വർക്കേഴ്സ് ഏകദേശം 4 വർഷത്തോളം ടൈം എടുത്തു ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ. അതുപോലെ തന്നെ വെജിറ്റബിൾസിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്ത 28 വേരിയങ് ഷെയ്ഡ്സ് കളറാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
1994 ഡിസംബറിലാണ് മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചത്. 6 വർഷവും 7 മാസവും ടൈം എടുത്തു ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. 3 ലക്ഷം ടൺ സാൻഡ് സ്റ്റോൺ ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശേഷം 2001 മെയ് 4 സുൽത്താൻ ഓഫ് ഒമാൻ ഇനാഗുറേറ്റ് ചെയ്തു. Stories that linger on the breath of the breeze. The dawn paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude I am found. Oh, whispering pines, sing me. ഈ പള്ളി താജ്മഹൽ പോലെ തന്നെയാണ്. ഞാൻ ഈ താജ്മഹലിൻ്റെ പേര് ഒന്നുകൂടി എടുത്തു പറയാൻ കാര്യം, താജ്മഹൽ കാണാൻ നമ്മൾ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും പോവും, എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. അതേപോലെ തന്നെ ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു പള്ളിയാണിത്. Under the boughs where the shadows play. ഒമാനിലെ ഏറ്റവും വലിയ പള്ളിയുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഏകദേശം 120 കിലോമീറ്ററോളം ഞാൻ സഞ്ചരിച്ചു. ഒരുപാട് വെയിലുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേ വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. ബൈ.